ലാലേട്ടാ നമസ്കാരം. നമസ്കാരം. പറമോനെ, എന്താ കാര്യം? ലാലേട്ടാ എൻ്റെ ഒരു പുതിയൊരു കഥയുണ്ട്. ലാലേട്ട് പറ്റിയ സബ്ജക്റ്റാണ്. പിന്നെ ഈ അടി ഇടിയും ഉണ്ട് വർക്കിക്കുപ്പിലും അല്ലാതെ കുറച്ച് വെറൈറ്റി കഥ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലാലേട്ടാ പറമോനെ. ഒന്നും കൊണ്ട് പേടിക്കാനില്ല. ഇത് ഡിഫറെന്റ് സബ്ജക്റ്റ്. ഇത് ലാലേട്ടനെ കൊണ്ടേ പറ്റൂ. പറ്റിക്കാതിരുന്നാ മതി. പറമോനെ. അപ്പോൾ ലാലേട്ട ഈ കഥ തുടങ്ങുന്ന ഒരു കോടതി വെച്ച. ഈ കോടതിയിൽ ഒരു കൊലപാതക കേസിന്റെ വിധി ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ കൊലപാതകയ്ക്ക് 6 വർഷത്തെ കഠിന തടവിന് കോടതി വിധിച്ചു. ആ കോടതിയിലെ ജസ്റ്റിസ് MK മേനോന്റെ മോനാണ് ഈ കൊലപാതകി. അതുമാത്രമല്ല, പുള്ളിയാണെങ്കിൽ കോളേജ് യൂണിയൻ ചെയർമാൻ, ബെസ്റ്റ് സിംഗർ, ബെസ്റ്റ് ആക്ടർ, കോളേജ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ, അക്കാഡമിക് ലൈനിലാണെങ്കിൽ എഴുതിയ പരീക്ഷകളിൽ മുഴുവൻ ഫസ്റ്റ് റാങ്ക്. എന്താ അവനെ കൊല്ലാൻ കാരണം? അത് പറയാം ലാലേട്ടാ. അപ്പോൾ സ്വന്തം മകൻ കൊലക്കുറ്റം ചെയ്തതിന്റെ നാണക്കേടിൽ ഈ ജസ്റ്റിസും ഭാര്യയും അവിടുത്തെ ജീവിതം മതിയാക്കി ബാംഗ്ലൂരിലോട്ട് നാട് കടക്കുകയാണ്. അങ്ങനെ 6 വർഷം കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം അന്നത്തെ കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യനായ മണപ്പള്ളി മാധവൻ നമ്പ്യാർ മരിക്കുകയാണ്. അങ്ങനെ പുള്ളിയുടെ ചിതാഭസ്മവുമായിട്ട് പുള്ളിയുടെ 2 മക്കൾ മണപ്പള്ളി പവിത്രൻ, മണപ്പള്ളി സുധീരൻ ഇങ്ങനെ ഒരു ജാഥ പോലെ ആളുകളെ കൂട്ടിക്കൊണ്ട് ഭാരതപ്പുഴയിൽ ഈ ചിതാഭസ്മം ഒഴുക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അവിടെ ഒരു 5 പേര് വന്നിട്ട് ഈ ജാഥയെ തടയും. എന്നിട്ട് പറയും ഈ ചിതാഭസ്മം ഇവിടെ ഒഴുക്കാൻ പറ്റത്തില്ല എന്ന് പറയും. ആക്ച്വലി ഈ മരിച്ച ആളൊരു അൾട്രാ ചെറ്റയായിരുന്നു. അപ്പോൾ പുള്ളി കാണിച്ച ചെറ്റത്തരങ്ങളെല്ലാം ഈ 5 പേരിൽ ഒരാൾ വന്ന് അവിടെ എല്ലാം പറയും. എന്നാലും ഇതിനൊക്കെ ഈ 100 പേര് പങ്കെടുക്കുന്ന ജാഥയൊക്കെ തടയാന്ന് വെച്ചാ? അല്ല ചേട്ടാ, അത് മാത്രമല്ല, മെയിൻ കാരണം വരാൻ പോകുന്നേ ഉള്ളൂ. ഇവർ ഈ കഥയെല്ലാം പറഞ്ഞു തീരുന്നതിന് ശേഷം മെയിൻ കാരണം വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരും. നമ്മുടെ നായകൻ. അല്ല മന്നെ, അപ്പൊ ഇത്ര നേരം അപ്പോഴേക്ക് വലിയ ആഴമൊന്നുമില്ല, ഭാരതപ്പുഴയല്ലേ. മനെ, ഈ പുള്ളി ഇത്ര കഷ്ടപ്പെട്ടത് തടയുന്ന എന്തിനാ? ചേട്ടാ, നേരത്തെ ഒരു 6 കൊല്ലം ശിക്ഷ കിട്ടിയില്ലേ, പുള്ളിയാണ് നമ്മുടെ നായകൻ. അപ്പൊ പുള്ളിയെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി മെയിൻ കളി കളിച്ച പുള്ളിയാണ് ഈ മരിച്ച മാധവൻ നമ്പ്യാർ. കാരണം ഈ മാധവൻ നമ്പ്യാരുടെ പണ്ട് ഏതോ കേസിൽ വിധി പറഞ്ഞത് നമ്മുടെ ഈ നായകന്റെ അച്ഛനായിരുന്നു. അതിന്റെ പകപോക്കാനാണ് നമ്മുടെ ഇന്ദുചൂടനെ. നമ്മുടെ നായകന്റെ പേരല്ല ചേട്ടാ. കൊള്ളാം മന്നെ. എന്നിട്ട് അതുകൊണ്ടാണ് ഇന്ദുചൂടനെ കള്ളക്കേസിൽ കൊടുക്കിയത്. തന്നെ. അല്ല മന്നെ, ഇവിടെ പോലീസ് ഒന്നും ഇല്ല മന്നെ, ഒരു സംഘർഷം ഒഴിവാക്കാനെങ്കിലും. ഒരു CA ഉണ്ട്, പക്ഷെ പുള്ളി നമ്മുടെ ഇന്ദുചൂടന്റെ ഫ്രണ്ട്, അതുകൊണ്ട് ഒന്നും ചെയ്യില്ല. മനെ, ഈ ജാഥ എന്ന് വെച്ചാൽ ഒരു 100 പേര് പങ്കെടുക്കുന്ന ജാഥയല്ലേ, അതൊക്കെ തരാൻ ഈ 6 പേരെ കൊണ്ട് പറ്റും? 6 പേരല്ല, നമ്മുടെ ഇന്ദുചൂടന്റെ സപ്പോർട്ടിന് ഒരു ഉത്സവത്തിനുള്ള ആള് ബാക്കിലുണ്ട്. ഏതാ ഈ 6 വർഷം ചെയ്തി കിടന്ന? ആന്നേ. എന്താ ഇങ്ങനെ? പിന്നെ ഈ ഉത്സവത്തിനുള്ള ആളിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ ഷൂട്ടിങ്ങിന് വന്ന ലാലേട്ടന്റെ ഫാൻസിനെ സെറ്റ് ആക്കി നമുക്ക് ആ പരിപാടി തീർക്കാം. കൊള്ളാം മന്നെ, നല്ലതാ. പിന്നെ ഈ ചിതാഭസ്മം തടഞ്ഞു, ഇനി എന്താ പരിപാടി? പിന്നെ നമ്മുടെ നായികയുടെ ഇൻട്രോ ആണ്. നായികയുടെ നക്ഷത്രം മൂലമാണ് നമുക്ക് ഇൻട്രോയിൽ തന്നെ മനസ്സിലാവും. ഇപ്പൊ നായിക നമ്മുടെ ഇന്ദുചൂടന്റെ ക്ലാസ്മേറ്റിന്റെ അനിയത്തിയാണ്. ഈ ക്ലാസ്മേറ്റ് ആയിരുന്നു ആക്ച്വലി പഴയ ആ കേസിന്റെ യഥാർത്ഥ പ്രതി. അപ്പൊ ഈ ക്ലാസ്മേറ്റിന്റെ ഫാമിലി മറ്റേ മണപ്പള്ളി ഫാമിലിയും തമ്മിൽ ഭയങ്കര ക്ലോസാ. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ കേസിൽ പെടാതെ നൈസായിട്ട് ഊരിയത്. അല്ല മനെ, ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. നമ്മുടെ MK മേനോൻ ജസ്റ്റിസ് അല്ലേ, ആ ആൾക്ക് വേണമെങ്കിൽ ഒരു പുനരന്വേഷണത്തിന് വന്ന ഉത്തരവിടായിരുന്നല്ലോ, സ്വന്തം മോൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ. അത് പുള്ളി കുറച്ച് സ്ട്രിക്റ്റ് ആണ്. പുള്ളിയുടെ മുന്നില് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ശിക്ഷ കിട്ടും, കിട്ടണം, അതാണ് നിയമം. അതിനു മുന്നിൽ ജസ്റ്റിസ് MK മേനോന്റെ മകനില്ല, ഈ ഞാനില്ല. All are equals. അങ്ങനെ ഇന്ദുചൂടൻ നേരെ നായികയുടെ വീട്ടിൽ ചെന്നിട്ട് അവളുടെ ചേട്ടനെയും ചവിട്ടും, അവളുടെ അച്ഛനെ 4 പള്ളും പറയും. എന്നിട്ട് പണ്ട് നടന്ന കൊലപാതകത്തിന്റെ സത്യങ്ങളെല്ലാം പറയുമ്പോൾ നമ്മുടെ നായികയ്ക്ക് ഇന്ദുചൂടനോട് ഒരു ഇത് തോന്നും. അല്ല മനെ, എന്നാലും വീട്ടിൽ കയറി സ്വന്തം അച്ഛനെയും ചേട്ടനെയും. അത് കഴിഞ്ഞിട്ടൊരു ഫൈറ്റ് ആണ്. ഫൈറ്റ് ഒക്കെ ഉണ്ടോ? കേക്കട്ടെ. ഫൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ദുചൂടന്റെ കൂടെ നടക്കുന്ന ഒരു 5 പേരുണ്ടല്ലോ, ഇവർ സദാസമയം ഇന്ദുചൂടന്റെ കൂടാണ്. ഇന്ദുചൂടന്റെ തറവാട്ടിലാ താമസം, വെപ്പും കൂടി എല്ലാം അവിടാണ്. കുറച്ച് പേരുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഒരു 80 കൊട്ടും കൂടെ കിട്ടിയാനെ. അതില് ഒരാളാണ് ഭരതൻ. അപ്പോൾ ഈ ഭരതനാണെങ്കിൽ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. അപ്പോൾ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കും. പക്ഷെ ഭരതന്റെ ചേട്ടൻ ഭാസ്കരന് ഈ ബന്ധം ഇഷ്ടമല്ല. അതെന്താ മനെ? അത് ഈ പെൺകുട്ടിയെ പണ്ട് കുറെ പേര് ഫിസിക്കലി യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഭാസ്കരൻ ചേട്ടൻ തറവാടി ആയതുകൊണ്ട് ഈ കുട്ടിയെ സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് ഭാസ്കരൻ ഈ പെൺകുട്ടിയെ പബ്ലിക്കായിട്ട് അബ്യൂസ് ചെയ്യും. എന്നിട്ട് സ്വന്തം അനിയനെ ചന്തയിൽ കൊണ്ടിട്ട് പഞ്ഞിക്കിടും. അല്ല മനെ, ഇതൊന്നും ചോദിക്കാനും പറയാനും അവിടെ ആരുമില്ലേ? ഉണ്ടല്ലോ ചേട്ടാ, നമ്മുടെ ഇന്ത്യയിടാൻ. പുള്ളി അവിടെ സോൾവ് ആക്കാൻ വേണ്ടി വരും. എന്നിട്ട് ഭാസ്കരന്റെ അച്ഛന്റെ പെങ്ങളെ പണ്ട് ഡ്രൈവിംഗ് സ്കൂൾ എന്നൊക്കെ ആയിരുന്നു പേര് വിളിച്ചിരുന്നുള്ള കഥയൊക്കെ പറയും. ഈ ഭാസ്കരന്റെ അച്ഛന്റെ പെങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരതന്റെ കൂടെ അല്ലേ? ഇത് ഭാസ്കരൻ അവിടെ പിന്നെ ഭയങ്കര ഫൈറ്റ് ആയിരിക്കും. Are you serious right now, bro? അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ CA വന്നിട്ട് നമ്മുടെ ഭാസ്കരനെ മാത്രം അറസ്റ്റ് ചെയ്തോണ്ട് പോകും. ഇനി നമ്മുടെ ഇന്ദുചൂടന് ഒരു ചെറിയമ്മാമയുണ്ട്.
പുള്ളിയാണെങ്കിൽ ഇന്ത്യയുടെ എല്ലാ പരിപാടിക്കും കട്ട സപ്പോർട്ട്. വെള്ളമടിക്ക് വെള്ളമടി, പാട്ടിന് പാട്ട്, ഡാൻസിന് ഡാൻസ്, അടിക്ക് അടി, അങ്ങനെ എല്ലാം. അങ്ങനെ ഈ ജസ്റ്റിസും ഭാര്യയും ബാംഗ്ലൂർ ജീവിതം മതിയാക്കി തിരിച്ച് നാട്ടിൽ വരുന്നുണ്ടെന്ന കാര്യം ഈ ചെറിയ മാമൻ പറയും. അങ്ങനെ ഇവർ നാട്ടിൽ വരും. ഇനി വേറൊരു കഥാപാത്രമുണ്ട്, ഇന്ദുലേഖ. ഇന്ദുചൂടൻ ഇന്ദുലേഖ നല്ല പഠിത്തമുണ്ട് മനെ. അല്ലല്ലേട്ടാ, പുള്ളിക്കാരി ഈ ജസ്റ്റിസിന്റെ ജാരസന്ധതിയാണ്. അല്ലല്ലേട്ടാ, പക്ഷെ പുള്ളിക്കാരൻ സമ്മതിക്കത്തില്ല. അല്ല മനെ, ഇയാൾ തന്നെയല്ലേ നേരത്തെ നിയമത്തിനും നീതിക്കും മുമ്പിൽ മകൻ ഇതാന്നൊക്കെ പ്രസംഗിച്ചത്. ഇപ്പൊ ആ പെൺകുച്ചിനെ അംഗീകരിക്കാത്തത് നീതികേടായിട്ട് തോന്നുന്നല്ലേ? ഏട്ടാ, അതിപ്പോ സോഷ്യൽ സ്റ്റാറ്റസ് മോശമായിപ്പോയി മനെ, മോശമായിപ്പോയി. അത് നമുക്ക് മേക്കിംഗ് സെറ്റാക്കാം. ഈ ഇന്ദുലേഖ ആണെങ്കിൽ ഈ മണപ്പള്ളി ഫിനാൻസിയേഴ്സ് നിന്ന് കുറച്ച് ക്യാഷ് ലോൺ എടുത്തിട്ടുണ്ട്. ഈ ലോണിൻ്റെ അടവ് മുടങ്ങിയിട്ട് ഇതിപ്പോൾ ഭയങ്കര എമൗണ്ട് ആയിട്ടിരിക്കുക. അങ്ങനെ വീട് ജപ്തിയുടെ വക്കിലൊക്കെ ഇരിക്കുക. അങ്ങനെ ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ മണപ്പള്ളി പവിത്രൻ ഈ ഇന്ദുലേഖയെ കയറ്റിയിട്ട് ജസ്റ്റിസിൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിടും, മോളാന്ന് അംഗീകരിക്കാൻ പറഞ്ഞുകൊണ്ട്. പക്ഷേ പുള്ളി അപ്പം തന്നെ കടക്ക് പുറത്ത് പറയും. അതും പോരാൻ ഈ പവിത്രൻ ഈ കൊച്ചിനെ വിളിച്ചുകൊണ്ട് ജസ്റ്റിസിൻ്റെ തറവാടിൻ്റെ ഫ്രണ്ടിൽ പോയി സത്യാഗ്രഹം ചെയ്യിക്കും. പക്ഷേ ഇന്ദുജീവൻ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വന്നിട്ട് ഇതെല്ലാം കൂടെ ചവിട്ടി അപ്പുറത്തേക്ക് കളയും. പിന്നീട് ഇന്ദുജൂടിന് മനസ്സിലാവും പുള്ളിക്കാരി അനിയത്തിയാണെന്ന്. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് പോയി പറയും, ഇവളെ അംഗീകരിക്കാൻ പറയും. പക്ഷെ അപ്പൊ പുള്ളി അംഗീകരിക്കാൻ വേണ്ടി ഇന്ദുജൂടൻ ഒരു പ്രാങ്ക് അങ്ങോട്ട് ഇറക്കും. എന്താ മനെ പ്രാങ്ക്? ഇന്ദുജൂടൻ ബെറ്റ്സ് ഇന്ദുലേഖ. എങ്ങനെയുണ്ട്? എന്റെ മോനെ ബോധമുള്ള ആർക്കും മനസ്സിലാവത്തില്ല ഇത് പ്രാങ്ക് ആണെന്ന്. ചുമ്മാ മോളാറ് അംഗീകരിക്കണം എന്ന് പറഞ്ഞ ആളാറ് ഇപ്പം മരുമോളായിട്ട് അംഗീകരിച്ചാൽ മതി എന്ന് പറയുന്നു. പക്ഷേ ജസ്റ്റിസ് വിശ്വസിക്കില്ലല്ലേടാ. കൊള്ളാം, വെറുതെ എല്ലാ ഇന്ദുചൂടൻ അടിയാൻ വേണ്ടി വന്നത്. എന്നിട്ട് ആ പ്രാങ്കിന്റെ അവസാനം പുള്ളിക്കാരൻ തന്നെ പറയും, ഇതൊരു പ്രാങ്ക് ആയിരുന്നു, ഇന്ദുജൂടൻ ബെറ്റ്സ് ഇന്ദുലേഖ അല്ല, ജയകൃഷ്ണൻ ബെറ്റ്സ് ഇന്ദുലേഖ ആയിരുന്നു എന്ന് പറയും. അപ്പൊ എല്ലാവർക്കും സന്തോഷമാവും. ആ കുട്ടിക്ക് എതിർപ്പൊന്നുമില്ലേ? കുട്ടിക്കും എതിർപ്പില്ല, ജയകൃഷ്ണനും എതിർപ്പില്ല. അതിരിക്കട്ടെ, ഈ ജയകൃഷ്ണൻ എന്താ ജോലി എന്നൊക്കെ പറയുമ്പോൾ ഈ കൃഷി നോക്കി നടത്തുക, പിന്നെ ഇന്ദുജൂടൻ വരുമ്പോഴത്തേക്ക് ഇൻട്രോ പറയുക, ഇതൊക്കെയാണ് പുള്ളിയുടെ ജോലി. മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹനാണ്. കൃഷി എന്ന് പറയുമ്പോ നമ്മുടെ ഇന്ദുജൂടന്റെ കൃഷി. കൊള്ളാം മനെ, പുള്ളിക്ക് നോക്കാൻ തന്നെ ഇവിടെ കൃഷിയില്ല. അപ്പോഴാ ഇന്ദുജൂടന്റെ കൃഷി നോക്കാൻ വേണ്ടി വേറൊരു ജയകൃഷ്ണൻ. എന്റെ പിന്നെ ഒന്നില്ലെങ്കിലും ആകുള്ളൊരു പെങ്ങളല്ലേ, ജോലിയും കൂലിയുള്ള ആരെങ്കിലും കണ്ടുപിടിച്ച് വിടായിരുന്നോ? നോ ലാലേട്ടാ, they don't believe in money, they believe in destiny. വോട്ട് നമ്പർ 9 ലോഡിംഗ്, 71 more to go. ലോഡിംഗ് ആക്കാൻ വരട്ടെ ലാലേട്ടാ. ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഇന്ദുലേഖ കൊല്ലപ്പെടും. അയ്യോ, അതെന്താ ഈ ദുരൂഹ സാഹചര്യം? അതൊരു ദിവസം രാത്രി നമ്മൾ ജസ്റ്റിസ് നല്ല പോലെ വെള്ളം അടിച്ചിട്ട് മാനസാന്തരപ്പെട്ടിട്ട് പുള്ളിക്കാരൻ രാത്രി ഈ ഇന്ദുലേഖ താമസിക്കുന്ന വീട്ടിലോട്ട് കയറി ചെല്ലും, മോളായിട്ട് അംഗീകരിക്കാൻ വേണ്ടിയിട്ട്. അതിന് പിറ്റേന്ന് ഇന്ദുലേഖ മരിക്കും. പിന്നില്ലേ, പോരാത്തതിന് പോലീസ് നായക്ക് വീടിന്റെ പരിസരത്ത് നിന്ന് ജസ്റ്റിസിന്റെ ഗ്ലൗസും കിട്ടും. അങ്ങനെ SP മണപ്പള്ളി സുധീരനും പിന്നെ DYSP ശങ്കരനാരായണനും കൂടി ഈ ജസ്റ്റിസിനെ അറസ്റ്റ് ചെയ്യും. ശങ്കരനാരായണൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലല്ലോ. ഇദ്ദേഹമാണ് പണ്ട് ഇന്ദുജൂടനെ കൊടുക്കാനുള്ള കള്ള FIR തയ്യാറാക്കിയത്. പുള്ളി അങ്ങനെ ഇവിടെത്തി. അത് നമ്മുടെ ഇന്ദുജൂടൻ തന്നെ പുള്ളിയെ സ്ഥലം മാറ്റിയതാ. കണക്ക് തീർക്കണമല്ലോ. ഇനി അവനോട് കളി ഇറക്കില്ല. ഇന്ദുചൂടനെയാണ് ഉദ്ദേശിച്ചെങ്കിൽ അയാൾ സാറിന്റെ വരവും കാത്തിരിക്കുകയാണ്. അയാളാണ് സാറിനെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യിച്ചത്. താൻ കുഴിച്ച കുഴിയിൽ തന്റെ അച്ഛൻ വന്നു വീണു. എന്താ ഈ DYSP ഒക്കെ സ്ഥലം മാറ്റാനുള്ള ഹോൾഡ് പുള്ളി കണ്ടോ മനെ? അത് നമ്മുടെ CMന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു രവി ഉണ്ട്. പുള്ളിക്കാരൻ നമ്മുടെ ഇന്ദുജൂടന്റെ ഫ്രണ്ടാ. CMന്റെ വിശ്വസനായ പൊളിറ്റിക്കൽ സെക്രട്ടറി രവി ഇന്ദുചൂടന്റെ ചുരുക്കം ചില സുഹൃത്തുക്കളിൽ ഒരാളാണ്. ഈ കൂട്ടുകാരില്ല എന്നെങ്കിൽ പുള്ളി എന്ത് ചെയ്തേനെ? അങ്ങനെ ഇവർ ഈ ജസ്റ്റിസിനെ അറസ്റ്റ് ചെയ്യും. എന്നിട്ട് ഡ്രസ്സ് പോലും മാറാൻ അനുവദിക്കാതെ ഇവര് GP കയറ്റി കൊണ്ടുപോകും. അത് വളരെ മോശമായി പോയി മോനെ. പിന്നല്ലേ, അതുകൊണ്ട് ഇന്ദുജൂടൻ പോയി ഈ പോലീസ് ജീപ്പ് പോയി തടയും. എന്നിട്ട് 4 മാസം ഡയലോഗ് അങ്ങോട്ട് കാച്ചും. എന്നിട്ട് അച്ഛനെ വിളിച്ചിറക്കിക്കൊണ്ട് ഓപ്പൺ GP കയറ്റിക്കൊണ്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി വിടും. കൊള്ളാം മോനെ. മറ്റേതാവുമ്പോ നാട്ടുകാർ പോലും കാണിച്ചായിരുന്നു. ഇതിപ്പോ ഉത്സവത്തിന് ഫ്ലോട്ട് കൊണ്ടുപോയ പോലെ ആയല്ലോ മോനെ. എന്താ മോനെ അത്? പിന്നെ മഴ പെയ്യാഞ്ഞത് പുള്ളിയുടെ ഭാഗ്യം. അതൊക്കെ പോട്ടെ ലാലേട്ടാ. ഇനിയാണ് നമ്മുടെ സിനിമയുടെ ക്രൂഷ്യൽ പോയിന്റ് വരുന്നത്. അങ്ങനെ ഈ കേസ് വാദിക്കാൻ ഒരു വക്കീലിനെ പോലും കിട്ടാതാവും. അപ്പോൾ നമ്മുടെ ഇന്ദുചൂടൻ സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന ഒരു കോളേജ് ഫ്രണ്ട് ഉണ്ട്. പുള്ളി അങ്ങ് ഡൽഹിയിൽ നിന്ന് ഇറക്കും, നന്ദഗോപാൽ മാരാർ. അടുത്ത കൂട്ടുകാരൻ ഫ്രണ്ട്ഷിപ്പ് ലാലേട്ടാ. കേസ് എന്താവും മോനെ? കേസ് മാരാർ അങ്ങോട്ട് കോടതി വരും, 4 ഇംഗ്ലീഷ് ഡയലോഗ് അങ്ങോട്ട് വെച്ച് കാച്ചും, പുഷ്പം പോലെ ജയിക്കും. മറ്റേ ഗ്ലൗസ് അവിടെ കൊണ്ടിട്ടത് നമ്മുടെ മണപ്പള്ളി പവിത്രം പറഞ്ഞിട്ടാണ് നമ്മളെ കാര്യസ്ഥൻ രാമനായരൻ കൂടെ സമ്മതിക്കും, കേസ് ചെയ്യിക്കും. പുള്ളിക്ക് വക്കീൽ ഫീസൊക്കെ കൊടുത്തു കാണോ? അല്ലേ മോനെ? ഫ്രണ്ട്ഷിപ്പ് ലാലേട്ടാ. അങ്ങനെ പണ്ട് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന മകന് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള കുറ്റബോധത്തിൽ ജസ്റ്റിസ് MK മേനോൻ ആ മകന്റെ മുന്നിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും. മണപ്പള്ളി പവിത്രൻ പുള്ളിയെ നമ്മുടെ CI അറസ്റ്റ് ചെയ്യും. പുള്ളിക്ക് 2 ഇടി എങ്കിലും കിട്ടേണ്ടതായിരുന്നു. പരിപാടിയല്ലേ കാണിച്ചത്. അത് വേണമെങ്കിൽ നമുക്ക് കിട്ടിക്കാലേ ഏട്ടാ. മേ ബി CI നമുക്കൊരു ആക്സിഡന്റിൽ പെടുത്താം. എന്നിട്ട് പുതിയ CI ചാർജ് എടുക്കാൻ വരുന്ന സമയം കൊണ്ട് പവിത്രൻ രക്ഷപ്പെടട്ടെ. എന്നിട്ട് ഇന്ദുചൂടൻ അച്ഛന്റെ കർമ്മം ചെയ്യാൻ ഭാരതപ്പുഴയെ പോകുന്ന സമയത്ത് പുള്ളി അവിടെ പോയി ചൊറിയട്ടെ. അവിടെ വെച്ച് 2 കിട്ടിക്കോളും.
എന്റെ മനെ പുള്ളി മരിക്കോ? പുള്ളി വരച്ച ഇന്ത്യ ചൂടിന് വീണ്ടും ജയിലിൽ പോകേണ്ടി വരത്തില്ലേ? പോരാത്തതിന് ഇപ്പോൾ CI ഇല്ല, പുള്ളി ആക്സിഡന്റ് അല്ലേ? കൊള്ളാം മനെ, സംഭവം കൊള്ളാം. ഇനി കാസ്റ്റിംഗ് എപ്പോ ആരൊക്കെയാ? കാസ്റ്റിംഗ് ഏകദേശം സെറ്റല്ല കേട്ടാ. പക്ഷെ നമുക്ക് മാരാര് മാത്രമാണ് ഒരു കൺഫ്യൂഷൻ. ഓഹോ, ഒരു മിനിറ്റ് വന്നേ. ഇച്ചാക്ക ഒരു ഗസ്ട്രോൺ എന്നൊരു വകുപ്പുണ്ട്. ഇച്ചാക്കക്ക് സമയമുണ്ടോ? അടുത്ത മാസം. ഓക്കെ, സെറ്റ്. ഓക്കെ ഇച്ചാക്ക. മാരാര് സെറ്റ് ഫിക്സ് മതി. ലാലേട്ടാ, പിന്നെ പടത്തിലൊരു 4 മേജർ ഫൈറ്റ് ഉണ്ട്. ഒന്ന് ചന്തയിൽ വെച്ച്, പിന്നൊന്ന് തറവാടിന് വെളി വെച്ച്, പിന്നെ ഫാക്ടറി വെച്ച് ഒരെണ്ണം, പിന്നെ ക്ലൈമാക്സ് ഒരെണ്ണം. ഈ ഫാക്ടറി വെച്ചെന്തിനാ ഫൈറ്റ്? അത് നമ്മൾ നേരത്തെ ശങ്കരനാരായണനെ നമ്മൾ സ്ഥലം മാറ്റിയില്ലേ, അപ്പോൾ പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണ്ടേ? അതുകൊണ്ട് അവിടെ വെച്ചൊരു ഫൈറ്റിൽ പുള്ളി അങ്ങ് പഞ്ഞിക്കിടും. അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് 2 പാട്ടാണ് വരുന്നത്. ഒന്ന് ഒരു ഇൻട്രോ സോങ്, പിന്നെ ഒരു അടിച്ചുപൊളി സോങ്. പിന്നെ ഈ പടത്തിന്റെ പേര് നമസ്കാരം. സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നവരെ ഇങ്ങനെ അപമാനിക്കല്ലേ കലട്ടി സാറേ? എന്താ സമൂഹത്തിൽ ഇത് അന്യായമല്ലേ സാർ? ഒരു പാവം പെൺകുട്ടിയോട് ഇങ്ങനെ പെരുമാറാമോ? എന്താ? ഒരു പാവം പെൺകുട്ടിയോട് അയ്യോ 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 അയ്യോ